അടിയന്തരാവസ്ഥക്കാലം കഴിഞ്ഞുപോയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. 50 വർഷം. 50 വർഷം എന്നത് ഒരിക്കലും ഒരു ചെറിയ കാലമല്ല. ഇക്കാലത്തിനിടയിൽ കേരളത്തിലുണ്ടായ മാറ്റവും ചെറുതല്ല. ഒരേ മുന്നണിക്ക് തന്നെ തുടർഭരണം എന്ന ചരിത്രത്തിനും ഈ 50 കൊല്ലക്കാലത്തിനിടയിൽ കേരളം സാക്ഷ്യം വഹിച്ചു. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി. പക്ഷേ കേരള പോലീസ് അന്നത്തെ ഇടിയൻ പോലീസിൽ നിന്ന് മാറിയോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംഘം എന്ന് പുകൾ പെറ്റപ്പോഴും മറുവശത്തെ കേരള പോലീസ് ഇന്നും ആ ഇടിയൻ പോലീസ് തന്നെയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ ഇന്നും നടക്കുന്നത് പ്രാകൃതമായ മൂന്നാം മുറ പ്രയോഗം തന്നെയാണ്. ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കഴിഞ്ഞുപോയതും ഇപ്പോൾ നടന്നതുമായി 1 ഡസനോളം കസ്റ്റഡി മർദ്ദനത്തിന്റെ പേടിപ്പെടുത്തുന്ന കഥകളാണ് പുറത്തുവരുന്നത്. അന്ന് പോലീസ് തല്ലിച്ചതച്ച പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി വന്ന ശേഷം കേരളത്തിൽ നടന്ന ലോക്കപ്പ് മർദ്ദനവും ആടിനെ പട്ടിയാക്കുന്ന പോലീസിംഗും ചേർന്ന് കവർന്നെടുത്തത് 17 ജീവനുകളാണ് എന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ പോലീസുകാർ എന്ന് കേട്ടാൽ ആർക്കായാലും ഭയം തോന്നും. കൃത്യമായി പറഞ്ഞാൽ 50 വർഷം മുൻപ് 1975 ഇതുപോലൊരു സെപ്റ്റംബറിലാണ് പിണറായി വിജയൻ പോലീസിന്റെ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാകുന്നത്. 5 ആളുകൾ വട്ടം കൂടി നിന്ന് തല്ലിയെന്നും പലകുറി വീണപ്പോഴും എണീറ്റപ്പോഴും മർദ്ദനം തുടർന്നുവെന്നും അന്നത്തെ മർദ്ദനത്തിന്റെ രീതികളെക്കുറിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ അതേ രക്തം പുരണ്ട കുപ്പായം നിയമസഭയിൽ ഉയർത്തിപ്പിടിച്ച് പിണറായി വിജയൻ നടത്തിയ ഘോര പ്രസംഗം ഇന്നും നിയമസഭയുടെ ചരിത്രരേഖയാണ്. 5 പേർ ചേർന്ന് ഒരാളെ ലോക്കപ്പിലിട്ട് തല്ലുമ്പോൾ തല്ലിന്റെ മാതിരി പറയേണ്ടതില്ലല്ലോ എന്നാണ് പിണറായി വിജയൻ അന്ന് പ്രസംഗിച്ചത്. ആ പിണറായി വിജയൻ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ്. അദ്ദേഹത്തിന് കീഴിലെ പോലീസിങ്ങിനെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മനസ്സ് മരവിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന് ഓർത്തു നോക്കൂ, 5 പതിറ്റാണ്ട് മുൻപ് ഇതേ പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ച ആ തല്ലിന്റെ മാതിരി തന്നെയാണ് ഇന്നും പല പോലീസും പിന്തുടരുന്നത്. ആളും പേരുമേ മാറുന്നുള്ളൂ. തല്ലിന്റെയും ചവിട്ടിന്റെയും തൊഴിയുടെയും രീതി ഇന്നും പിണറായി വിജയൻ പണ്ടു പറഞ്ഞ പുലിക്കോടൻ നാരായണൻ സ്റ്റൈലാണ്. അത് പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നുപോയി എന്ന് തോന്നുന്നു. അന്ന് പോലീസിന്റെ ക്രൂരമായ തല്ലിനെ കുറിച്ച് പറഞ്ഞ് നിയമസഭയെ വിറപ്പിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ പഴയതെല്ലാം മറന്നു. ഇന്ന് പോലീസ് എന്നത് അദ്ദേഹത്തിന് മനോവീര്യം ചോരാൻ പാടില്ലാത്ത ഒരു സംഘമാണ്. അതിന് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും പെരുപ്പിച്ചു കാണിക്കാൻ പാടില്ലത്രേ. പോലീസിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായ വിമർശനങ്ങളെ പലപ്പോഴും ലഘൂകരിച്ചു കാണുന്ന സമീപനമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടേത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തള്ളിക്കളയുന്ന സംഭവങ്ങൾ പലപ്പോഴും പിന്നെയും ആവർത്തിക്കപ്പെടുകയാണ്. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും ജനസൗഹൃദ പോലീസിംഗിലും കേരള പോലീസിന്റെ മാതൃക രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ് എന്ന് പറയുമ്പോഴും ഇപ്പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടത്തും സംഭവിക്കുന്നുണ്ട്. അധികാരമില്ലാത്ത സാധാരണക്കാരുടെ മേൽ കൈക്കരുത്തിലൂടെ അമിതാധികാരം പ്രയോഗിക്കുകയാണ് പോലീസിന്റെ പണിയെന്ന് വിശ്വസിക്കുന്ന ചില പഴയ ഇടിയൻ സ്വഭാവക്കാർ ഇപ്പോഴും നമ്മുടെ സേനയുടെ തലപ്പത്തുണ്ട് എന്നത് മറന്നുപോകാൻ പറ്റില്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായി തല്ലിച്ചതച്ചത്. കാരണം റോഡരികിൽ നിൽക്കുമ്പോൾ സുഹൃത്തുക്കളെ കാരണമില്ലാതെ ഭീഷണിപ്പെടുത്തിയ പോലീസിനെ ചോദ്യം ചെയ്തുവെന്ന്. 2.5 വർഷം മുൻപ് നടന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങളിൽ കണ്ട മർദ്ദനം. എന്നാൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തെളിഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് മർദ്ദനമേറ്റ 2023 ഏപ്രിൽ 5-നായിരുന്നുവെങ്കിൽ ഏതാണ്ട് അതേ കാലയളവിൽ ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു സംഭവം അരങ്ങേറിയിരുന്നു. പീച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി ഒത്തുതീർപ്പാക്കാൻ വന്ന ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. മർദ്ദനമേറ്റ ഹോട്ടൽ ജീവനക്കാരെ പോക്സോ കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഹോട്ടൽ ഉടമയിൽ നിന്ന് വൻതുക കൈക്കൂലി വാങ്ങിയെന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നു. ഈ കേസുകളിലെല്ലാം കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ പോലീസ് സ്വീകരിച്ചത്. കൊല്ലത്തെ പോലീസിന്റെ കയ്യേറ്റത്തിനിരയായത് CPM ലോക്കൽ സെക്രട്ടറി തന്നെയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ മധ്യസ്ഥതയ്ക്ക് ചെന്നപ്പോഴാണ് CPM നെടുമ്പന ലോക്കൽ സെക്രട്ടറി സജീവിന് പോലീസ് ഭീകരത അനുഭവിക്കേണ്ടി വന്നത്. ഡിവൈഎസ്പിയായ മധുബാബുവിനെതിരെ 3 ജില്ലകളിലാണ് കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് പരാതിയുള്ളത്. പത്തനംതിട്ടയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയായിരുന്ന വിജയൻ ആചാരി പറഞ്ഞത് ഡിവൈഎസ്പി മധുബാബു തന്നെ 22ഓളം കള്ളക്കേസുകളിൽ കുടുക്കിയെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ്. 3 കള്ളന്മാരുമായി സ്വർണ്ണക്കടയിലെത്തി മോഷണം മുതൽ വാങ്ങിയെന്ന് ആരോപിച്ചാണ് മധുബാബു
വിജയൻ ആചാര്യയെ മർദ്ദിച്ചത്. അന്ന് മധുബാബു കോന്നി CI ആണ്. 2012 സംഭവം നടക്കുന്നത്. 2014 പത്തനംതിട്ട CI ആയിരിക്കെ വിവാഹമോചന കേസിൽ അഭിഭാഷകനായ പ്രശാന്ത് കുറുപ്പിന്റെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിച്ചതും ഇതേ മധുബാബു. 3 വർഷം മുൻപ് തൊടുപുഴയിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയിൽ സംസാരിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി മലങ്കര സ്വദേശി VK മുരളീധരനെ സ്റ്റേഷനിൽ വെച്ച് ആക്രമിച്ചതും ഇതേ മധുബാബു തന്നെ. ഇന്നും അയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പലകുറി ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നുവെങ്കിലും മധുബാബു സർവീസിൽ തുടർന്നു. തന്റെ അച്ഛനെ കൊന്നത് പോലീസാണ് എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വരികയാണ് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ. വിജയുടെ പിതാവ് R ഇന്ദുചൂടൻ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏറ്റ മർദ്ദനമാണ് തന്റെ പിതാവിനെ 9 വർഷത്തോളം തളർത്തി കിടത്തിയത് എന്നും മരണത്തിലേക്ക് നയിച്ചത് എന്നും വിജയ് പറയുന്നു. അന്ന് അടൂർ SP ആയിരുന്ന ഇന്ന് വിജിലൻസ് ഡയറക്ടറായ മനോജ് എബ്രഹാമാണ് ലാത്തിചാർജ് നടത്തിയത് എന്നാണ് ആരോപണം. തൊടുപുഴയിൽ ലാത്തിയടിയേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവിന് കാഴ്ച നഷ്ടമായ സംഭവത്തിലും നടപടിയില്ല. കൊടുങ്ങല്ലൂരിൽ അർബുദ രോഗിക്കാണ് മർദ്ദനമേറ്റത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനെത്തിയ ബന്ധുകൂടിയായ റവന്യൂ ഉദ്യോഗസ്ഥന് വരെ മർദ്ദനമേൽക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും പരാതികൾ ലഭിച്ചിട്ടും എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പരാതികൾ മുറയ്ക്ക് ലഭിക്കുന്നുണ്ട്. പോലീസിന്റെ ആത്മവീര്യം ചോരാൻ സമ്മതിക്കാത്ത പിണറായി വിജയൻ നടപടിയെടുക്കുന്നില്ല എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ, സേനയുടെ മനോവീര്യം തകരാതെ നോക്കുന്നതിനിടയ്ക്ക് വല്ലപ്പോഴുമെങ്കിലും ഇന്നാട്ടിലെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർക്കും അന്തസ്സും അവകാശങ്ങളും ഉണ്ട് എന്ന് ഓർക്കണം. സേനയുടെ മനോവീര്യത്തെക്കാൾ വലുതാണ് സ്വസ്ഥമായി ആരോഗ്യത്തോടെ സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ മനുഷ്യന്മാർക്കുള്ള അവകാശമെന്നുകൂടി അങ്ങ് ചിന്തിക്കണം. എന്നിട്ട് സേനയിലെ ഇത്തരം പുഴുക്കുത്തുകളെ എടുത്ത് പുറത്തിട്ട് ശുദ്ധികലശം നടത്തണം. അങ്ങനെ വേണം ഈ സേനയുടെ മനോവീര്യം കൂട്ടാൻ.